നെക്സ്റ്റ് ഫോർത്ത് പാറ്റേൺ എന്താ? എ സം ഓഫ് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത നാച്ചുറൽ നമ്പേഴ്സിന്റെ സം ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ പാറ്റേൺ നന്നായിട്ട് ശ്രദ്ധിക്കുക. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം 3 into 3 9 ആണ്. അപ്പൊ 9നെ നമുക്ക് എന്താക്കിയിട്ട് എഴുതാം? രണ്ട് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ സം ആക്കിയിട്ട് എഴുതാം. ഏതൊക്കെ? 4ഉം 5ഉം. ഓക്കെ, അതുപോലെ 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ആണ്. അതിനെയും രണ്ട് അടുത്തടുത്ത നമ്പേഴ്സിന്റെ സം ആക്കിയിട്ട് എഴുതാൻ പറ്റും. 7 സ്ക്വയറിനെയും. അപ്പൊ നമുക്ക് ആ രണ്ട് നമ്പേഴ്സും എങ്ങനെ കിട്ടും? ആ രണ്ട് നമ്പേഴ്സും കിട്ടാൻ ഫസ്റ്റ് നമ്പർ എങ്ങനെ കിട്ടാന്ന് വെച്ചാൽ നമുക്ക് എന്താ ചെയ്യാ? n സ്ക്വയർ മൈനസ് 1/2 ചെയ്യാം. സെക്കൻഡ് നമ്പർ കിട്ടാൻ നമുക്ക് n സ്ക്വയർ പ്ലസ് 1/2 ചെയ്താൽ മതി. n എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ ഒരു നമ്പർ. അപ്പം നമ്മൾ ചെയ്തു. n എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ആണ്. 3 സ്ക്വയർ മൈനസ് 1/2. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 9. 9 മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ 8/2. 8/2 എന്ന് പറഞ്ഞാൽ 4. അപ്പൊ ഇത് 4 കിട്ടി. ഇനി അതുപോലെ n സ്ക്വയർ പ്ലസ് 1/2. n സ്ക്വയർ, n എന്ന് പറഞ്ഞാൽ 3 ആണ്. n സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 9. അപ്പൊ നമ്മള് 9 പ്ലസ് 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 10/2 വിച്ച് ഈസ് ഈക്വൽ ടു 5. അപ്പൊ നമുക്ക് പറയാം 4ഉം 5ഉം രണ്ട് അടുത്തടുത്ത നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 3ന്റെ സ്ക്വയർ കിട്ടും. അതുപോലെ ഒന്ന് 5 സ്ക്വയറിന്റെ ഒക്കെ ചെയ്ത് നോക്കാം. n സ്ക്വയർ മൈനസ് 1/2. n സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ 5 സ്ക്വയർ ആണ്. 5 സ്ക്വയർ മൈനസ് 1/2 ദാറ്റ് മീൻസ് 25 മൈനസ് 1/2. 25 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 24. 24/2 എന്ന് പറഞ്ഞാൽ 12. ഓക്കെ, ഇനി n സ്ക്വയർ പ്ലസ് 1/2 എന്ന് പറയുമ്പോൾ 25 പ്ലസ് 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 26/2. 26/2 എന്ന് പറഞ്ഞാൽ 13. കണ്ടോ? അപ്പൊ 12 പ്ലസ് 13 എന്ന് പറഞ്ഞാൽ എന്താ? 5 സ്ക്വയർ ആയ 25. അതുപോലെ 7 സ്ക്വയർ നമ്മൾ എങ്ങനെ ചെയ്തു? n സ്ക്വയർ പ്ലസ് 1/2 n സ്ക്വയർ മൈനസ് 1/2. ലെഫ്റ്റ് സൈഡിൽ n സ്ക്വയർ മൈനസ് 1/2 ദാറ്റ് ഈസ് 49 മൈനസ് 1/2. അതായത് 48/2 എന്നുണ്ടാവും 24. അതുപോലെ ഇവിടെ n സ്ക്വയർ പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ 50/2 വിച്ച് ഈസ് ഈക്വൽ ടു 25. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റി? അതുപോലെ 9 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 81. 81 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 40 പ്ലസ് 41. 40ഉം 41ഉം എങ്ങനെയാ കിട്ടിയത്? ഇതെന്ന് പറഞ്ഞാല് 9 സ്ക്വയർ മൈനസ് 1/2 ആണ്. ഇതെന്ന് പറഞ്ഞാൽ 9 സ്ക്വയർ പ്ലസ് 1/2 ആണ്. 9 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 81. 81 മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ 80/2 വിച്ച് ഈസ് ഈക്വൽ ടു 40. അതുപോലെ ഇവിടെ 81 പ്ലസ് 1/2 ദാറ്റ് ഈസ് 82/2 വിച്ച് ഈസ് ഈക്വൽ ടു 41. അപ്പം ഒരു നമ്പറിന്റെ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? രണ്ട് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ സം ആക്കിയിട്ട് എഴുതാൻ പറ്റും. ആ രണ്ട് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് നമ്മൾ എങ്ങനെ കാണുക? n സ്ക്വയർ മൈനസ് 1/2 n സ്ക്വയർ പ്ലസ് 1/2. n എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്പർ, അതിന്റെ സ്ക്വയറിന് -1 ചെയ്യുക, എന്നിട്ട് അതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അതുപോലെ റൈറ്റ് സൈഡിലുള്ള നമ്പർ കാണാന് അതിന്റെ സ്ക്വയറിനെ +1 ചെയ്യുക, അതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. സം ഓഫ് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആക്കിയിട്ട് എഴുതാൻ പറ്റും. ഏതിനെ? സ്ക്വയർ നമ്പേഴ്സിനെ. ഇതാണ് നമ്മളെ ഫോർത്ത് പാറ്റേൺ. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഫിഫ്ത് പാറ്റേൺ എന്താ നോക്കാം. നമ്മൾ കുറെ പാറ്റേൺസ് പഠിക്കുന്നുണ്ട് അല്ലെ, പല ട്രിക്കുകളും ഉണ്ട് നമുക്കതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ നോക്കാൻ. സ്ക്വയർ നമ്പേഴ്സ് പല പാറ്റേണുകളും ഉണ്ട്. ഓക്കെ, ഇനി ഫിഫ്ത് എന്താ? പ്രൊഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഈവൻ ഓർ ഓഡ് നാച്ചുറൽ നമ്പർ. കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത ഈവൻ നമ്പറിന്റെയോ ഓഡ് നമ്പറിന്റെയോ പ്രൊഡക്റ്റ്, രണ്ട് കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പറിന്റെയോ ഓഡ് നമ്പറിന്റെയോ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാല് മൾട്ടിപ്ലിക്കേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റും. 11 into 13 കണ്ടോ? 11 into 13 രണ്ട് അടുത്തടുത്ത ഓഡ് നമ്പേഴ്സ് ആണ് 11ഉം 13ഉം അല്ലേ. അതിനെ നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 143 ആണ്. അപ്പൊ എല്ലാവരും 11ഉം 13ഉം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് 143 ആയിരിക്കും കിട്ടുക. അപ്പൊ 11ന്റെയും 13ന്റെയും ബിറ്റ്വീനിലുള്ള നമ്പർ ആണ് 12 അല്ലേ. അപ്പം അതിന്റെ സ്ക്വയർ -1 ചെയ്താലും മതി, നമുക്ക് 143 കിട്ടും. ഓക്കെ, നമുക്ക് 12ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 144 ആണ്. 144 1 സബ്ട്രാക്ട് ചെയ്താൽ 143 ആണ്. അതാണ് നമ്മുടെ ഫിഫ്ത് പാറ്റേൺ. എന്താണ്? രണ്ട് അടുത്തടുത്ത ഓഡ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ അതിന്റെ ബിറ്റ്വീനിലുള്ള നമ്പറിന്റെ സ്ക്വയറിന് 1 സബ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ,
ഇവിടെ കണ്ടോ 11 into 13 12 square minus 1 എന്ന് പറഞ്ഞാൽ എന്താ 12 square minus 1 ഇതെന്താ a square minus b square 1 square എന്ന് പറഞ്ഞാൽ 1 തന്നെ ഓക്കെ a square minus b square എക്സ്പാൻഡ് ചെയ്യാൻ നമ്മൾ എങ്ങനെ ഒരു ഐഡന്റിറ്റി ഉണ്ട് a plus b a minus b അതാണ് ഇവിടെ ചെയ്തത് 12 square minus 1 എന്ന് പറഞ്ഞാൽ 12 square minus 1 square ആണ് കാരണം 1 ന്റെ സ്ക്വയർ എപ്പോഴും 1 ആവുമല്ലോ അപ്പൊ നമ്മള് a minus b a plus b that means 12 minus 1 12 plus 1 എഴുതി therefore 11 into 30 എന്ന് പറഞ്ഞാല് 12 minus 1 into 12 plus 1 ആണ് അതെന്ന് പറഞ്ഞാൽ 12 square minus 1 ഓക്കെ അതുപോലെ 13 15 നോക്കുക 13 into 15 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ ബിറ്റ്വീനിലുള്ള നമ്പർ 14 minus 1 ഉം into 14 plus 1 ഉം ദാറ്റ് മീൻസ് അതിന്റെ ബിറ്റ്വീനിലുള്ള നമ്പറിന്റെ സ്ക്വയർന്ന് 1 സബ്ട്രാക്ട് ചെയ്യുക 14 square minus 1 ഇനി 29 ഉം 31 ഉം അടുത്തടുത്ത ഓഡ് നമ്പേഴ്സ് ആണ് അല്ലെ അടുത്തടുത്തുള്ള ഓഡ് നമ്പേഴ്സ് ആയിരിക്കണം അതാണ് കോൺസിക്യൂട്ടീവ് ഈവൻ ഓർ ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞത് അപ്പം 29 ഉം 31 ഉം ഓഡ് ആവണമെന്നില്ല ഈവൻ ആയാലും മതി ഓക്കെ അപ്പൊ 29 ഉം 31 ഉം അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ കിട്ടുന്ന ആൻസർ എന്തിന് ഈക്വൽ ആയിരിക്കും അതിന്റെ ബിറ്റ്വീനിലുള്ള നമ്പർ 30ന്റെ സ്ക്വയറിന് -1 ചെയ്യാം 30 സ്ക്വയർ -1 അതുപോലെ 44 ഉം 46 ഉം രണ്ട് ഈവൻ നമ്പേഴ്സ് ആണ് അല്ലെ രണ്ട് ഈവൻ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തു അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും ഇതിന്റെ ബിറ്റ്വീനിലുള്ള 45ന്റെ സ്ക്വയറിന് 1 സബ്ട്രാക്ട് ചെയ്യുക അപ്പൊ ഓഡ് നമ്പർ തന്നെ ആണെന്നില്ല ഈവൻ നമ്പർ ആയാലും മതി രണ്ട് കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ ആയാലും ഓഡ് നമ്പർ ആയാലും മതി അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ആൻസർ എന്തിന് ഈക്വൽ ആയിരിക്കും അതിന്റെ ബിറ്റ്വീനിലുള്ള നമ്പറിന്റെ സ്ക്വയറിന് 1 സബ്ട്രാക്ട് ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും ജനറൽ ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും a plus 1 into a minus 1 എന്ന് പറഞ്ഞാല് a square minus 1 ആണ് ഓക്കെ അപ്പൊ രണ്ട് ഓഡ് നമ്പറോ ഈവൻ നമ്പറോ എന്തായിരിക്കണം കോൺസിക്യൂട്ടീവ് അടുത്തടുത്തുള്ളതായിരിക്കണം അങ്ങനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് എന്തിന് ഈക്വൽ ആയിരിക്കും അതിന്റെ ബിറ്റ്വീനിലുള്ള നമ്പറിന്റെ സ്ക്വയറിന് 1 സബ്ട്രാക്ട് ചെയ്യുക അതിന് ഈക്വൽ ആയിരിക്കും ഓക്കെ അതാണ് നമ്മളെ 5th വൺ ഈ 6th വൺ എന്താ നോക്കിയാലോ എന്താ 6th വൺ സം മോർ പാറ്റേൺസ് ഇൻ സ്ക്വയർ നമ്പേഴ്സ് ഇനിയും കുറെ പാറ്റേൺസ് ഉണ്ട് സ്ക്വയർ നമ്പേഴ്സിന് നമ്മൾ കുറെ നോക്കിയില്ലേ ഇനി അടുത്ത പാറ്റേൺ എന്താ നമുക്ക് നോക്കാം സ്ക്വയർ നമ്പേഴ്സ് 1 11 111 അതൊക്കെ നോക്കാം ഇതിന്റെയൊക്കെ സ്ക്വയർ നോക്കാം സ്ക്വയർ നമ്പേഴ്സ് അല്ല സ്ക്വയേഴ്സ് നോക്കാം ഓക്കെ ദേ ഗിവ് എ ബ്യൂട്ടിഫുൾ പാറ്റേൺ 1ന്റെ സ്ക്വയർ എന്താ 1 ആണ് ഇനി രണ്ട് 1ന്റെ സ്ക്വയർ ദാറ്റ് മീൻസ് 11ന്റെ സ്ക്വയർ എന്താ 121 1 2 കാരണം രണ്ട് 1 ഉണ്ട് അപ്പൊ 1 2 പിന്നെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് 1 അതുപോലെ 3 1ന്റെ സ്ക്വയർ ദാറ്റ് ഈസ് 111ന്റെ സ്ക്വയർ എന്താ 1 2 3 കാരണം 3 1 ആണ് അപ്പൊ 3 വരെ പോയി പിന്നെയും ബാക്ക് 2 1 ഓക്കെ ഇനി അടുത്തത് 4 1ന്റെ സ്ക്വയർ ഉണ്ടായത് കൊണ്ട് 1 2 3 4 പോവും പിന്നെ ബാക്ക് 3 2 1 കണ്ടോ അതുപോലെ 5 1ന്റെ സ്ക്വയർ 1 2 3 4 5 പിന്നെ ബാക്ക് 4 3 2 1 അതാണ് ഇത് ഇനി 6 1ന്റെ സ്ക്വയർ ഉണ്ടെങ്കിൽ എത്ര വരെ പോകും ഇതിൽ എത്ര ഉണ്ട് 1 2 3 4 5 6 7 8 ഇത് 8 1 ഉണ്ട് അങ്ങനെയാണെങ്കിൽ 8 വരെ പോകും 1 2 3 4 5 6 7 8 എന്നിട്ട് താഴോട്ട് ഇറങ്ങാം 7 6 5 4 3 2 1 അപ്പൊ നല്ലൊരു പാറ്റേൺ ആയില്ലേ അപ്പൊ എത്ര വണ്ണുകൾ ഉണ്ട് അത്രയും വരെ നമ്മൾ ഇത് പോവും പാറ്റേൺ പോവും എന്നിട്ട് അവിടുന്ന് താഴോട്ട് ഇറങ്ങാം ഓക്കെ അപ്പം ഇതിന്റെ സ്ക്വയർ എന്താ 1 2 3 4 5 6 7 8 7 6 5 4 3 2 1 ആണ് ഇതിന്റെ സ്ക്വയർ ഇതാണെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം ഇപ്പം 111 into 111 അതിന്റെ സ്ക്വയർ കാണാൻ എന്താ അത് 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യൂലേ 1 into 1 1 1 into 1 1 1 into 1 1 1 into 1 1 1 1 ഇവിടെയും 1 1 1 1 അപ്പൊ 1 2 3 2 1 കണ്ടോ 3 ഒന്നാണല്ലേ ഉള്ളത് 3 1 ആണുള്ളത് അപ്പൊ 1 2 3 വരെ പോയി പിന്നെ താഴോട്ട് 2 1 അപ്പൊ ഇതല്ലേ കിട്ടി 1 2 3 2 1 ഓക്കെ അപ്പൊ ബ്യൂട്ടിഫുൾ പാറ്റേൺ ആയില്ലേ ഇത് നെക്സ്റ്റ് പാറ്റേൺ എന്താ 7ന്റെ സ്ക്വയർ എന്താ 7 into 7 49 അപ്പൊ അതിന്റെ മുന്നേ ഒരു 6 കൂടെ ഇട്ട് കൊടുത്തു അപ്പൊ അതിന്റെ മുന്നേ 6 ഇട്ട് കൊടുത്തപ്പോ 67 സ്ക്വയർ ആയി അപ്പൊ അതിന്റെ എന്താ ഈ 4ന്റെയും 19ന്റെയും ബിറ്റ്വീനില് ഒരു 4ഉം 8ഉം കൂടെ കൂടി ഓക്കെ ഇനി ഒരു 6ഉം കൂടെ ഉള്ളിലോട്ട് ഇട്ട് കൊടുത്തപ്പം എന്താണ് ഈ 4 4 8 9ന്റെ ബിറ്റ്വീനില് ഒരു 4ഉം 8ഉം കൂടെ അഗെയിൻ കൂടി ഇനി ഒരു 6ഉം കൂടെ മുന്നിലോട്ട് ഇട്ട് കൊടുത്തപ്പോ എന്തായി ഈ 3 4ന്റെയും
പിന്നെന്താ 3 4-ന്റെയും 2 8-ന്റെയും ഒരു 9-ന്റെയും ബിറ്റ്വീനിൽ അഗെയിൻ ഒരു 4ഉം 8ഉം കൂടി. അപ്പം നമ്മൾ 6 മുന്നോട്ട് ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മളെ ആൻസറിന്റെ ബിറ്റ്വീനിൽ ഒരു 4ഉം ഒരു 8ഉം ഇൻക്രീസ് ചെയ്ത് കൂടി വരികയാണ് അല്ലെ. ഇവിടെ നമ്മൾ നോക്കാം, ഇത്രയും 6 ഇട്ട് കൊടുത്തു അല്ലെ. അപ്പൊ 6 കൂട്ടുന്നതിന് നമ്മളെ നമ്പറിന്റെ മുന്നേ 6 കൂട്ടുന്നതിനനുസരിച്ച് എന്താണ് നമ്മളെ ഈ ഒരു ആൻസറിന്റെ ബിറ്റ്വീനിൽ നടുവില് 4ഉം 8ഉം ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരികയാണ്. അപ്പൊ ഇത് വേറൊരു ബ്യൂട്ടിഫുൾ പാറ്റേൺ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ കുറെ പാറ്റേൺസ് പഠിച്ചു അല്ലെ, കുറെ പാറ്റേൺസ് പഠിച്ചു. സ്ക്വയേഴ്സ് നോക്കാനൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാറ്റേൺസ് ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? വാട്ട് വിൽ ബി ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ്? എന്താ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാല്? നമുക്കറിയാം യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇപ്പൊ ഒരു നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ വൺസ് പ്ലേസിലുള്ള നമ്പർ ലാസ്റ്റ് ഡിജിറ്റ്, അതാണ് യൂണിറ്റ് ഡിജിറ്റ്. ഓക്കെ, നമ്മളോട് പറഞ്ഞത് ഈ നമ്പേഴ്സിന്റെ ഇപ്പൊ 81 ഇതിന്റെ സ്ക്വയറിന്റെ യൂണിറ്റ് ലാസ്റ്റത്തെ ഡിജിറ്റ് എന്താവുന്നാ ചോദിച്ചേ. അത് നമ്മൾ എങ്ങനെ കാണും? ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക 1 ആണ്. അപ്പൊ 1ന്റെ സ്ക്വയർ എന്താ? 1 ആണ്. അപ്പൊ അതിന്റെ സ്ക്വയറിന്റെ ലാസ്റ്റ് ഡിജിറ്റും എന്തായിരിക്കും? 1 ആയിരിക്കും. സോ ഇതിന്റെ സ്ക്വയറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്താ? 1. അപ്പം ഒരു നമ്പറിന്റെ സ്ക്വയറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് അറിയണമെങ്കിൽ ആ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക, അതിനെ സ്ക്വയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഡിജിറ്റ് 2 ആണ്. അപ്പൊ നമുക്കറിയാം 2ന്റെ സ്ക്വയർ എന്താ? 4 ആണ്. അപ്പൊ ഈ ഒരു നമ്പറിന്റെ സ്ക്വയറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 4 ആയിരിക്കും. ഇനി ഇവിടുത്തെ നോക്കാം 4ന്റെ സ്ക്വയർ എന്താ? 4 സ്ക്വയർ ഈസ് ഈക്വൽ ടു 16. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് എന്താ വരിക? 6. അപ്പൊ ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 6 ആയിരിക്കും. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നോക്കാം. 272 × 272 ചെയ്ത് നോക്കുക, ലാസ്റ്റ് ഡിജിറ്റ് 4 ആയിരിക്കും. 1234 × 1234 നോക്കുക, ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 6 ആയിരിക്കും. ഇനി ഇതാണെങ്കിലോ നമുക്കറിയാം 0ന്റെ സ്ക്വയർ. അപ്പൊ 0 ആണ് ലാസ്റ്റ് ഡിജിറ്റ് എങ്കിൽ അതിന്റെ സ്ക്വയറും എന്തുകൊണ്ടായിരിക്കും? ലാസ്റ്റ് ഡിജിറ്റ് 0 തന്നെ ആയിരിക്കും. അപ്പൊ ഒരു നമ്പറിന്റെ സ്ക്വയറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് അറിയാന് ആ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റിന്റെ സ്ക്വയർ നോക്കുക. 1ന്റെ സ്ക്വയർ 1 ആണ്. അപ്പൊ അതിന്റെ 81ന്റെ സ്ക്വയറിന്റെയും ലാസ്റ്റ് ഡിജിറ്റ് 1 ആയിരിക്കും. 272 സ്ക്വയർ 4 ആണ്. അപ്പൊ അതിന്റെ 272ന്റെ സ്ക്വയറും എന്താണ്? 4 കൊണ്ടായിരിക്കും എൻഡ് ചെയ്യുക. അതുപോലെ 1234 4ന്റെ സ്ക്വയർ 16 ആണ്. അപ്പൊ 6 ആണ് ലാസ്റ്റത്തെ നമ്പർ. അപ്പൊ നമുക്ക് എന്ത് പറയാം? 1234 6 ആയിരിക്കും ലാസ്റ്റ് ഡിജിറ്റ് അതിന്റെ സ്ക്വയറിന്റെയും. 0ന്റെ ആയതുകൊണ്ട് 0ന്റെ സ്ക്വയർ 0. അപ്പം എന്താണ് ഇതിന്റെ സ്ക്വയർ എൻഡ് ചെയ്യുക 0 കൊണ്ട് തന്നെയാണ്. ക്ലിയർ? Then next question, the following numbers are obviously not perfect squares. Give reason. ഇവിടെ ചില നമ്പേഴ്സ് ഉണ്ട്, ഇത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്നാണ് നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം നമുക്കറിയാം. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഒക്കെ എൻഡ് ചെയ്യുക ഏതൊക്കെ നമ്പേഴ്സ് കൊണ്ടാ? ഒന്നെങ്കിൽ 0 കൊണ്ടായിരിക്കും, ഒന്നെങ്കിൽ 1 കൊണ്ടായിരിക്കും, ഒന്നെങ്കിൽ 4 കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ 5 കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ 6 കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ 9 കൊണ്ടായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ പാട്ടില് 2 കൊണ്ടും 3 കൊണ്ടും 8 കൊണ്ടും 9 കൊണ്ടും പെർഫെക്റ്റ് സ്ക്വയർ എന്ത് ചെയ്യൂല? എൻഡ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ ഇത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. റീസൺ ആണ് നമ്മളോട് ചോദിച്ചത്. നമുക്ക് നോക്കാം, ഇത് എൻഡ് ചെയ്യുന്നത് 7ലാണ്. 7 കൊണ്ട് എൻഡ് ചെയ്യുന്നത്, സോറി 8ഉം 9ഉം അല്ല, 7ഉം 8ഉം ആണ്. 7 8 2ഉം 3ഉം 7ഉം 8ഉം ഈ നമ്പേഴ്സ് കൊണ്ട് എൻഡ് ചെയ്യുന്ന നമ്പേഴ്സ് ഒരിക്കലും പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കില്ല. ഇതുകൊണ്ട് എൻഡ് ചെയ്യുന്നതായിരിക്കും എന്ത്? പെർഫെക്റ്റ് സ്ക്വയർ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കി 7 കൊണ്ടാണ് എൻഡ് ചെയ്യുന്നത്. നമുക്കറിയാം 7 കൊണ്ട് എൻഡ് ചെയ്യുന്നത് പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കില്ല. സോ നമുക്ക് ഇവിടെ റീസൺ എന്ത് പറയാ? വി നോ ദാറ്റ് numbers ending with 2, 3, 7, 8 are not perfect square. Hence we can say that 1057 is end with 7. So this is not a perfect square. Okay, 7 കൊണ്ട് എൻഡ് ചെയ്യുന്നത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അതാണ് ഫസ്റ്റിന്റെ റീസൺ. ഇനി സെക്കൻഡ് 7928 ഇത് എൻഡ് ചെയ്യുന്നത് 8ലാണ്. നമുക്കറിയാം 8 കൊണ്ട് എൻഡ് ചെയ്യുന്നത് എന്തായിരിക്കൂല? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കൂല. സോ വി ക്യാൻ സേ ദാറ്റ് 7928 is not a perfect square. What is the reason?
because this is ending with 8. We know that ending with numbers 2, 3, 7, 8 are not perfect squares. Okay, then what about this one? ഇത് എൻഡ് ചെയ്യുന്നത് 2ലാണ്. നമുക്കറിയാം 2 കൊണ്ട് എൻഡ് ചെയ്യുന്നത് പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കില്ല. ബിക്കോസ് എന്താണ് 2, 3, 7, 8 കൊണ്ട് എൻഡ് ചെയ്യുന്നത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇവിടെ ഈ നമ്പർ 2 കൊണ്ടാണ് എൻഡ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. ഇനി സീറോന്റെ കേസിൽ എപ്പോഴും 0 കൊണ്ട് എൻഡ് ചെയ്യുന്നത് പെർഫെക്റ്റ് സ്ക്വയർ ആവണമെന്നില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു 0 ആണെങ്കിൽ അതിന്റെ സ്ക്വയർ 2 0 ആയിരിക്കും. ഈ 2 0ന്റെ സ്ക്വയർ എന്തായിരിക്കും? 4 0 ആയിരിക്കും. അപ്പം ഈവൻ നമ്പർ ഓഫ് സീറോസ് ആണെങ്കിൽ ഉള്ള നമ്പറെ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ 2 ആയിരിക്കണം, അല്ലെങ്കിൽ 4 ആയിരിക്കണം, അല്ലെങ്കിൽ 6 ആയിരിക്കണം, അല്ലെങ്കിൽ 8 ആയിരിക്കണം. അങ്ങനെ ഈവൻ നമ്പർ ഓഫ് സീറോസ് ആണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു 0 ആണെങ്കിൽ അത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. 2 ആണെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 3 ആണെങ്കിൽ അല്ല, 4 ആണെങ്കിൽ ആണ്, 5 ആണെങ്കിൽ അല്ല. അപ്പൊ ഓഡ് നമ്പർ ഓഫ് സീറോസ് ആണെങ്കിൽ അത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഈവൻ നമ്പർ ഓഫ് സീറോസ് ആണെങ്കിൽ അതാണ് പെർഫെക്റ്റ് സ്ക്വയർ. അപ്പൊ സീറോന്റെ കേസ് ശ്രദ്ധിക്കണം. ഇതുകൊണ്ട് എൻഡ് ചെയ്യുന്ന എല്ലാ നമ്പേഴ്സും പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ബട്ട് സീറോന്റെ എൻഡ് ചെയ്യുന്നത് നോക്കണം, ഈവൻ നമ്പർ ഓഫ് സീറോസ് ആണ്. അപ്പൊ ഇത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന് പറയാൻ കാരണം എന്താ? ഇവിടെ 3 0 ആണുള്ളത്. നമുക്കറിയാം ഈവൻ നമ്പർ ഓഫ് സീറോസ് എൻഡ് ചെയ്യുന്ന നമ്പേഴ്സ് പെർഫെക്റ്റ് സ്ക്വയർ ആവുള്ളൂ. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് നമ്പർ ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. ഓക്കെ, അപ്പൊ പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്നുള്ളതിന്റെ റീസൺ കിട്ടിയില്ലേ? അപ്പൊ ഇത് നന്നായിട്ട് പഠിക്കുക. 2 കൊണ്ടും 3 കൊണ്ടും 7 കൊണ്ടും 8 കൊണ്ടും എൻഡ് ചെയ്യുന്ന നമ്പേഴ്സ് പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കൂല. പിന്നെ സീറോന്റെ കേസ് നോക്കുക. സീറോയില് ഈവൻ നമ്പർ ഓഫ് സീറോസ് കൊണ്ട് എൻഡ് ചെയ്യുന്ന നമ്പേഴ്സ് എന്താവുള്ളൂ? പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കുള്ളൂ. നമുക്ക് തന്ന ക്വസ്റ്റ്യനില് 3 0 ആണ്, അത് ഓഡ് നമ്പർ ഓഫ് 0 ആണ്. 3 എന്ന് പറഞ്ഞാൽ ഓഡ് ആണ്. അപ്പൊ അത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഈവൻ നമ്പർ ഓഫ് സീറോസ് ആണെങ്കിൽ മാത്രമേ പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കുള്ളൂ. Okay. Next question. The squares of which of the following would be odd numbers? ഇതിന്റെ സ്ക്വയറിൽ ഏതൊക്കെയാണ് ഓഡ് നമ്പേഴ്സ് എന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്കറിയാം എന്ത്? ഓഡ് നമ്പേഴ്സിന്റെ സ്ക്വയർ എപ്പോഴും ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. ഈവൻ നമ്പേഴ്സിന്റെ സ്ക്വയർ എപ്പോഴും ഈവൻ നമ്പേഴ്സ് ആയിരിക്കും, അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇതിൽ ചോദിച്ചത് ഏതിന്റെയൊക്കെ സ്ക്വയർ ആണ്? ഓഡ് നമ്പേഴ്സ്. 431 1 ആണ് ലാസ്റ്റ് ഡിജിറ്റ്. 1 ഒരു ഓഡ് നമ്പർ ആയതുകൊണ്ട് 431 ഒരു ഓഡ് നമ്പർ ആണ്. സോ ഇതിന്റെ സ്ക്വയറും എന്തായിരിക്കും? ഓഡ് നമ്പർ ആയിരിക്കും. അപ്പൊ ഇത് ഓഡ് നമ്പർ ആണ്. ഇതിന്റെ സ്ക്വയർ എന്താണ്? ഓഡ് നമ്പർ ആണ്. ഇനി അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ? ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക. ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ്. 1ന്റെ സ്ക്വയർ 1 ആണ്. 1 ഒരു ഓഡ് നമ്പർ ആണ്. അപ്പൊ ഇതിന്റെ സ്ക്വയർ എന്തായിരിക്കും? ഓഡ് നമ്പർ ആയിരിക്കും. Okay, then 2826 ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. 6 എന്താണ്? ഒരു ഈവൻ നമ്പർ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് 2826 ഈസ് ഓൾസോ ആൻ ഈവൻ നമ്പർ. അതും ഈവൻ നമ്പർ ആണെങ്കിൽ അതിന്റെ സ്ക്വയറും എന്തായിരിക്കും? ഈവൻ നമ്പർ ആയിരിക്കും. സോ ദിസ് ഈസ് ആൻ ഈവൻ നമ്പർ. ഈ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക. 6ന്റെ സ്ക്വയർ എന്താ? 36. 36ത്തെ ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. അപ്പൊ ഇതിന്റെ സ്ക്വയറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ് വരിക. 6 വരുന്നത് ഒരു ഈവൻ നമ്പർ ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ഡിജിറ്റ് എന്താ? 9 ആണ്. 9 ഒരു ഓഡ് നമ്പർ ആണ്. സോ 7779 ഈസ് ഓൾസോ ആൻ ഓഡ് നമ്പർ. അപ്പം ഒരു ഓഡ് നമ്പറിന്റെ സ്ക്വയർ എന്തായിരിക്കും? ഓഡ് നമ്പർ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ലാസ്റ്റ് ഡിജിറ്റ് 9 ആണ്. 9ന്റെ സ്ക്വയർ എന്താ? 9 സ്ക്വയർ ഈസ് ഈക്വൽ ടു 81. അവിടെ 1 ഉണ്ടോ? അപ്പൊ ഇതിന്റെ സ്ക്വയർ എൻഡ് ചെയ്യുന്നത് എന്തിലായിരിക്കും? 1ലായിരിക്കും. 1 ഒരു ഓഡ് നമ്പർ ആണ്. അപ്പൊ ഇതിന്റെ സ്ക്വയർ ഒരു ഓഡ് നമ്പർ ആണ്. അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ലാസ്റ്റ് എന്താ? 4 ആണ്. 4 എന്ന് പറഞ്ഞാൽ ഒരു ഈവൻ നമ്പർ ആണ്. സോ നമ്മൾ ഈ ഒരു നമ്പറും എന്താണ്? ഈവൻ നമ്പർ ആണ്. നമുക്കറിയാം ഈവൻ നമ്പറിന്റെ സ്ക്വയർ ഈവൻ നമ്പർ ആയിരിക്കും. സോ ദിസ് ഈസ് ആൻ ഈവൻ നമ്പർ. അതിന്റെ സ്ക്വയർ എന്താണ്? ഈവൻ നമ്പർ. സ്ക്വയർ ആണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഇനി വേറെ മെത്തേഡ് എന്താ? 4ന്റെ സ്ക്വയർ നമുക്കറിയാം 16 ആണ്. 16. അപ്പം ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ് അല്ലെ? അപ്പൊ ഈ ഒരു നമ്പറിന്റെ സ്ക്വയറും എന്തായിരിക്കും? സ്ക്വയറിലും ലാസ്റ്റ് ഡിജിറ്റ് 6 ആയിരിക്കും. 6 ഒരു ഈവൻ നമ്പർ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് the square of this number is also an even number. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതിൽ ഏതൊക്കെയാണ് ഓഡ് നമ്പേഴ്സ്? സ്ക്വയർ ഓഡ് നമ്പേഴ്സ് ആവുക. സോ our answer is
431 and 7779. ഈ രണ്ട് നമ്പേഴ്സിന്റെയും സ്ക്വയേഴ്സ് ആണ് ഓഡ് നമ്പർ. ബാക്കിയുള്ള രണ്ട് നമ്പേഴ്സിന്റെയും സ്ക്വയർ ഈവൻ നമ്പർ ആണ്. ഓക്കെ. The next question. Express 49 as the sum of 7 odd numbers. അപ്പം ആദ്യം നമുക്ക് ഇത് ചെയ്യാം. 49നെ 7 odd numbers ആക്കിയിട്ട് 7 odd numbers സം ആക്കിയിട്ട് എഴുതാം. നമ്മൾ ഓൾറെഡി ഒരു പാറ്റേൺ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ എത്ര ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നോ അതിന്റെ സ്ക്വയർ ആയിരിക്കും എന്ത് ആ നമ്മൾ ആഡ് ചെയ്യുന്നതിന്റെ ആൻസർ അല്ലേ. ഇപ്പൊ നമ്മൾ ഫസ്റ്റത്തെ രണ്ട് ഓഡ് നമ്പർ നമുക്കറിയാം 1 + 3 അതെന്ന് പറഞ്ഞാൽ 4 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ. അപ്പൊ രണ്ട് ഫസ്റ്റത്തെ ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്തപ്പം അതിന്റെ സ്ക്വയർ കിട്ടി, 2ന്റെ സ്ക്വയർ കിട്ടി അല്ലേ. പിന്നെ 1 + 3 + 5 ഫസ്റ്റത്തെ 3 ഓഡ് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ 9 കിട്ടി. 9 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ആണ്. അപ്പൊ ഫസ്റ്റത്തെ 3 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്തപ്പം 3ന്റെ സ്ക്വയർ കിട്ടി. ഓക്കെ. അതുപോലെ 7 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യാം. അപ്പൊ 1 + 3 + 5 + 7 + 9 + 11 + 13 അല്ലെ. 7 ആയില്ലേ. 1 2 3 4 5 6 7 ഫസ്റ്റത്തെ 7 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്തു. അപ്പൊ ഇത് എന്താണ് 49 ആയിരിക്കും. കാരണം 7 ഓഡ് നമ്പേഴ്സ് ആണ്, അതെന്തായാലും 7ന്റെ സ്ക്വയർ ആയിരിക്കും. നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കിയാലോ. എന്താ 1 + 3 എന്ന് പറഞ്ഞാൽ 4 അല്ലെ. 4 + 5 എന്ന് പറഞ്ഞാൽ 9. അപ്പൊ 9 + 9 എന്ന് പറഞ്ഞാൽ 18. 18 + 7 + 11 + 13. ഇവിടെ 9 കിട്ടും അല്ലേ. ഇവിടെ നമുക്ക് 1 കിട്ടും. 1 2 3 4 49. അപ്പൊ ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 49 തന്നെയാണ് കിട്ടുക. കാരണം ആദ്യത്തെ 7 ഓഡ് നമ്പേഴ്സ് ആണ് നമ്മൾ സം ചെയ്തത്. അതുകൊണ്ട് അതിന്റെ ആൻസർ എന്തായാലും 7ന്റെ സ്ക്വയർ ആയിരിക്കും. സോ നമ്മൾ 49നെ സം ഓഫ് 7 ഓഡ് നമ്പേഴ്സ് ആക്കിയിട്ട് എഴുതി. ആദ്യത്തെ 8 ഓഡ് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 7ന്റെ സ്ക്വയർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? What is the next question? It is express 121 as the sum of 11 odd numbers. അപ്പൊ ഫസ്റ്റത്തെ 11 odd numbers ആഡ് ചെയ്താൽ നമുക്ക് 121 ആണ് കിട്ടുക. നോക്കാം നമുക്ക് 11 odd numbers. 1 + 3 + 5 + 7 + 9 + 11 + 13. 7 ആഡ് ചെയ്തു അല്ലെ. ഇനി ഇത് 8 ആഡ് ചെയ്തു. അടുത്ത ഓഡ് നമ്പർ ഏതാ? 9 ആഡ് ചെയ്തു. 10 11 അല്ലെ. 11 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്തില്ലേ. 1 2 3 4 5 6 7 8 9 10 11. അപ്പൊ ഇത് ആഡ് ചെയ്യുമ്പം എന്താണ് 121 ആയിരിക്കും കിട്ടുക. 121 എന്ന് പറഞ്ഞാൽ എന്തിന്റെ സ്ക്വയറാ? 11ന്റെ സ്ക്വയർ. നമുക്കറിയാം ഫസ്റ്റത്തെ 11 ഓഡ് നമ്പേഴ്സ് ആണ് ആഡ് ചെയ്തത്. അപ്പൊ അത് എപ്പോഴും 11ന്റെ സ്ക്വയർ ആയിരിക്കും. 121. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. എന്താണ് 1 + 3 4 4 + 5 9 9ലോട്ട് 7 ആഡ് ചെയ്യുക. 7നോട്ട് 9 അങ്ങനെ ഫുൾ ഒന്ന് ആഡ് ചെയ്തിട്ട് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് 121 ആയിരിക്കും കിട്ടുക. അപ്പം നമ്മൾ ഫസ്റ്റ് മുതൽ എത്ര ഓഡ് നമ്പേഴ്സ് ആണോ ആഡ് ചെയ്യുന്നത് അത്രയും നമ്പറിന്റെ സ്ക്വയർ, അതിന്റെ സ്ക്വയർ ആയിരിക്കും നമ്മുടെ ആൻസർ വരിക. ഒരു മാജിക് അല്ലേ അത്, ഒരു ട്രിക്ക് അല്ലേ. നമുക്ക് ഇവിടെ 49 എന്ന് പറഞ്ഞാൽ 7ന്റെ സ്ക്വയർ ആണ്. അപ്പൊ ഫസ്റ്റത്തെ 7 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ മതി. നമുക്കറിയാം 121 എന്ന് പറഞ്ഞാല് 11ന്റെ സ്ക്വയർ ആണ്. അപ്പൊ ഫസ്റ്റത്തെ 11 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്തു. അപ്പൊ ഈ ഒരു ട്രിക്ക് മനസ്സിലാക്കിയിട്ട് വെക്കാം. ഓക്കെ. The next question. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? How many numbers lie between squares of the following numbers? അപ്പം ഇവിടെ 12 13 നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ട് കോൺസിക്യൂട്ടീവ് അടുത്തടുത്ത നമ്പേഴ്സിന്റെ സ്ക്വയറില് എത്ര ബിറ്റ്വീനിൽ എത്ര നോൺ സ്ക്വയർ നമ്പേഴ്സ് ഉണ്ടാവും നോക്കാന് രണ്ട് മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, 13 സ്ക്വയർ - 12 സ്ക്വയർ ചെയ്യുക. ആ കിട്ടിയ ആൻസറിന് 1 സബ്ട്രാക്ട് ചെയ്യുക. രണ്ടാമത്തെ മെത്തേഡ് എന്താ, 2n. n എന്ന് പറഞ്ഞാൽ ചെറിയ കോൺസിക്യൂട്ടീവ് നമ്പർ. അപ്പൊ ഇവിടെ n 12 ആണ്. ഇതാണ് നമ്മളെ n, ഇതാണ് n+1. നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചത്? n+1 സ്ക്വയർ - n സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് 2n+1 ആയിരുന്നു കിട്ടുക. അതിന് 1 സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ 2n. അപ്പൊ 2n
എന്താ ഉണ്ടാവുക? നോൺ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഓക്കെ, അപ്പൊ എത്ര നമ്പേഴ്സ് ആണ് ഈ രണ്ട് അടുത്തടുത്ത സ്ക്വയർ നമ്പേഴ്സിന്റെ ഇടയിൽ കിടക്കുന്നത് എന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 2n ചെയ്താൽ മതി. n ഇതാണ്, n+1 ഇതാണ്. അപ്പൊ 2 × 12 which is equal to 24. അപ്പൊ നമുക്ക് പറയാം 12ന്റെ സ്ക്വയറിന്റെയും 13 സ്ക്വയറിന്റെയും 12 സ്ക്വയറിന്റെയും ബിറ്റ്വീനില് 24 നമ്പേഴ്സ് കിടക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ 99, 100 അടുത്തടുത്ത നമ്പേഴ്സ് ആയിരിക്കണം. ഓക്കെ, 99ന്റെയും 100 അതിന്റെ രണ്ടിന്റെയും സ്ക്വയറിന്റെ ബിറ്റ്വീനില് എത്ര നമ്പേഴ്സ് കിടക്കുന്നുണ്ട് എന്ന് അറിയാൻ നമുക്ക് എന്താ പറയാ? n+1 2 × n ചെയ്താൽ മതി. 2 × 99. So what is 99 × 2? 99 × 2 198. So our answer is 198. ഓക്കെ, അപ്പൊ ഇവിടെ 24ഉം ഇവിടെ 198ഉം. അപ്പം നമുക്ക് എണ്ണി നോക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? 2n ചെയ്താൽ മതി. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ട്രിക്കാണ്. അപ്പൊ നമ്മള് ഇതിന്റെ മുന്നേ നമ്മൾ പഠിച്ചിരുന്നു രണ്ട് സ്ക്വയർ നമ്പേഴ്സിന്റെ ബിറ്റ്വീനിലുള്ള ബിറ്റ്വീനിൽ എത്ര രണ്ട് അടുത്തടുത്ത സ്ക്വയർ നമ്പേഴ്സിന്റെ ബിറ്റ്വീനിൽ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്ന് അറിയാൻ ആ രണ്ട് നമ്പേഴ്സും സ്ക്വയർ ചെയ്യുക, അതിന്റെ ഡിഫറൻസ് കാണുക, അതിലോട്ട് 1 സബ്ട്രാക്ട് ചെയ്യുക. ബട്ട് ആ ഒരു മെത്തേഡിനെ വീണ്ടും നമ്മൾ സിമ്പിൾ ആക്കിയിട്ട് കൊണ്ടുവന്നു. എന്തായിരുന്നു ചെയ്തത്? അതിന് നമ്മൾ ജനറൽ ആയിട്ട് ചെയ്തപ്പോൾ നമുക്ക് 2n എന്ന് കിട്ടി. n എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തടുത്ത നമ്പേഴ്സിന്റെ ഏറ്റവും ചെറിയ നമ്പർ. ദാറ്റ് മീൻസ് 2 × 12 ചെയ്തപ്പോൾ 24 നമ്പേഴ്സ് ആണ് ഈ രണ്ട് നമ്പേഴ്സിന് സ്ക്വയറിന്റെ ബിറ്റ്വീനിലുള്ളത്. അതുപോലെ 2 × 99 ഇവിടെ n 99 ആണ്. അപ്പൊ 198 നമ്പേഴ്സ് ആണ് ഇത് രണ്ടിന്റെയും സ്ക്വയറിന്റെ ബിറ്റ്വീനിലുള്ളത്. ഓക്കെ, the next question, without adding find the sum. ആഡ് ചെയ്യാതെ നമുക്ക് ഇതിന്റെ സം കാണണം. നമുക്കറിയാം ഓഡ് നമ്പേഴ്സ് ആണ്, ഫസ്റ്റത്തെ ഓഡ് നമ്പേഴ്സ് ആണ്. അവിടെ എത്ര ഓഡ് നമ്പർ ഉണ്ട്? 1 2 3 4 5. നമുക്കറിയാം എത്ര ഫസ്റ്റത്തെ ഓഡ് നമ്പർ ഉണ്ടോ അതിന്റെ സ്ക്വയർ ആയിരിക്കും ഇതിന്റെ സമ്മ്. അപ്പൊ 5 എണ്ണാണുള്ളത്. സോ 5ന്റെ സ്ക്വയർ ആയ 25 ആണ് ഇത് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുക. നമ്മളോട് എന്താ പറഞ്ഞത്? വിത്തൗട്ട് ആഡിങ്, ആഡ് ചെയ്യാതെ ഇതിന്റെ ആൻസർ കാണാനാ പറഞ്ഞത്. നമ്മൾ ചെയ്തു 25. കാരണം എന്താ? ഫസ്റ്റത്തെ 5 ഓഡ് നമ്പർ ആണ്. അപ്പൊ 5ന്റെ സ്ക്വയർ ആയ 25 ആണ് ഇത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുക. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ആഡ് ചെയ്തിട്ട് നോക്കാം. ബട്ട് നമ്മളെ ക്വസ്റ്റ്യനിൽ വിത്തൗട്ട് ആഡിങ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എത്ര ഓഡ് നമ്പർ ഉണ്ട്? 1 2 3 4 5 6 7 8 9 10. 10 ഓഡ് നമ്പർ ആണുള്ളത്. സോ 10 സ്ക്വയർ ആയ 100 ആയിരിക്കും ഇത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുക. 10 × 10 എന്താ? 10 × 10 100 അല്ലേ? 10 സ്ക്വയർ ഈസ് ഈക്വൽ ടു 100 ആണ്. ഓക്കെ, അപ്പം ഇത് ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ 10 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 10ന്റെ സ്ക്വയർ ആയ 100 ആണ് കിട്ടുക. ഇനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്തിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ പഠിച്ചത്. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. കുറെ പാറ്റേൺസ് പഠിച്ചു, പിന്നെ കുറെ പാറ്റേൺസ് പഠിച്ചു. അപ്പൊ ആ പാറ്റേൺസ് ഒക്കെ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിച്ചാലേ നമുക്ക് ഈ ഒരു പാർട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ പ്രോബ്ലംസും പാറ്റേൺസും ഒക്കെ പഠിച്ചു. അതിന്റെ പ്രോബ്ലംസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ പഠിച്ചത്. നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാം. ഹൈ സ്റ്റുഡൻസ്, സോ നമ്മൾ സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഡിസ്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഒരു നമ്പർ, അതിന്റെ സ്ക്വയേഴ്സ് അല്ലെ, പിന്നെ നമ്മൾ കുറെ പാറ്റേൺസ് പഠിച്ചു. അപ്പൊ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ് കഴിഞ്ഞത്. ഇനി നമുക്ക് ഒരു നമ്പറിന്റെ സ്ക്വയർ എങ്ങനെ ഫൈൻഡ് ചെയ്യാന്നുള്ളത് നോക്കാം. ഫൈൻഡിങ് ദ സ്ക്വയർ ഓഫ് എ നമ്പർ. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആണ് ഒരു നമ്പറിന്റെ സ്ക്വയർ എങ്ങനെ ഫൈൻഡ് ചെയ്യാന്നുള്ളത്. അപ്പൊ നമുക്ക് നോക്കിയാലോ. സ്ക്വയേഴ്സ് ഓഫ് സ്മോൾ നമ്പേഴ്സ് ലൈക്ക് 3 4 5 7 6 എക്സെട്ര ആർ ഈസി ടു ഫൈൻഡ്. നമുക്കറിയാം അല്ലെ, നമ്മള് കഴിഞ്ഞ പാർട്ടിലൊക്കെ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാ നമ്മൾ സ്ക്വയർ കാണുക. ആ സെയിം നമ്പറിന് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പൊ 3ന്റെ സ്ക്വയർ ആണെങ്കിൽ 3 × 3 9, 4ന്റെ സ്ക്വയർ ആണെങ്കിൽ 4 × 4 വിച്ച് ഈസ് ഈക്വൽ ടു 16. ദെൻ 5ന്റേതാണെങ്കിൽ 5 × 5 25. അങ്ങനെ ചെറിയ ചെറിയ നമ്പേഴ്സിന്റെ സ്ക്വയർ ഒക്കെ നമുക്ക് എന്താ അറിയാം, ചെയ്യാൻ അറിയാം അല്ലെ. ആ നമ്പറിനെ തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദെൻ വാട്ട് അബൌട്ട് ബിഗ് നമ്പേഴ്സ്? ഇനി വലിയ നമ്പേഴ്സ് ഒക്കെ തന്നാൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ സെയിം നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ നല്ല ഡിഫിക്കൽട്ട് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? ദ ആൻസർ ഈസ് നോട്ട് സോ ഈസി. ഏതിൻ്റെത്?
23. ഇപ്പൊ 23 ഒക്കെ 23 into 23 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പൊ അത് വലിയ ഈസി ഉള്ള കാര്യമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വി നീഡ് ടു മൾട്ടിപ്ലൈ 23 by 23. അത് ഈസി അല്ലാത്തത് കൊണ്ട് നമുക്ക് വേറൊരു വേ ഉണ്ട്. എന്താണ്? 23 into 23 മൾട്ടിപ്ലൈ ചെയ്യാതെ നമുക്ക് വേറൊരു വേയില് അതിന്റെ സ്ക്വയർ കാണാൻ പറ്റും. അതെങ്ങനെ? ഇപ്പൊ കണ്ടോ, 23നെ നമ്മൾ എന്ത് എഴുതി? 20 plus 3 എന്ന് എഴുതി അല്ലെ? 20 plus 3 എന്ന് പറഞ്ഞാൽ എന്താ? 23 തന്നെ അല്ലെ? എന്നിട്ട് അങ്ങനെയാണെങ്കിൽ 23 സ്ക്വയർ അല്ലേ നമുക്ക് കാണേണ്ടത്? അപ്പൊ 23 സ്ക്വയർ ഈസ് ഈക്വൽ ടു 20 plus 3 സ്ക്വയർ. രണ്ട് സൈഡിലും LHSലും RHSലും നമ്മൾ എന്ത് ചെയ്തു? സ്ക്വയർ ചെയ്തു. എന്നിട്ട് ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? 20 into 20 plus 3 plus 3 into 20 plus 3. 20നെയും 20 plus 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 3നെയും 20 plus 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 20 into 20 20 സ്ക്വയർ പ്ലസ് 20 into 3 പ്ലസ് 3 into 20 പ്ലസ് 3 സ്ക്വയർ. ഉണ്ടോ? ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പൊ നമുക്ക് 20 സ്ക്വയർ 400 ആണ് എന്നറിയാം. പ്ലസ് 20 into 3 എന്ന് പറഞ്ഞാൽ 60 ആണ്. പ്ലസ് 3 into 20 എന്ന് പറഞ്ഞാൽ 60 ആണ്. പ്ലസ് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 9. അപ്പൊ ഇതൊക്കെ കൂടെ ആഡ് ചെയ്താൽ 400 പ്ലസ് 60 പ്ലസ് 60 പ്ലസ് 9 ഇത് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 529. സോ വി ക്യാൻ സേ ദാറ്റ് സ്ക്വയർ ഓഫ് 23 ഈസ് 529. ഓക്കെ, അപ്പൊ 23 into 23 ആണ് ചെയ്ത് നോക്കാം. 23 into 23. 3 into 3 എന്താ? 9. 2 into 3 എന്താ? 6. 2 into 3 എന്താ? 6. 2 into 2 എന്താ? 4. അപ്പൊ 9, 12, 5, 529. അപ്പൊ ഇങ്ങനെയും ചെയ്യാൻ പറ്റും. വലിയ വലിയ നമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. 20നെ നമ്മൾ എന്താ ചെയ്തത്? 23നെ നമ്മൾ എന്താ ചെയ്തത്? 20 plus 3. എന്നിട്ട് നമുക്ക് 23ന്റെ സ്ക്വയർ ആണ് കാണേണ്ടത്. അപ്പൊ നമ്മൾ 20 plus 3 ഹോൾ സ്ക്വയർ. ദാറ്റ് മീൻസ് 20 into 20 plus 3 plus 3 into 20 plus 3. എന്നിട്ട് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഡയറക്റ്റ് ആയിട്ട് a plus b ഹോൾ സ്ക്വയർ എഴുതാം. എന്താ a plus b ഹോൾ സ്ക്വയർ? a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ. എന്റെ പ്ലേസിൽ 20 ആണ്, ബിന്റെ പ്ലേസിൽ 3 ആണ്. സോ 20 plus 3 ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് 20 സ്ക്വയർ പ്ലസ് 2 into 20 into 3 plus 3 സ്ക്വയർ. ഓക്കെ, എന്താ 20 സ്ക്വയർ എന്ന് പറഞ്ഞാല് 400 പ്ലസ് 2 into 20 into 3 എന്ന് പറഞ്ഞാൽ എന്താ? 20 into 6 ആണ് അല്ലെ? 2 into 3 എന്ന് പറഞ്ഞാൽ 6. അപ്പൊ 20 into 6 എന്ന് പറഞ്ഞാൽ എന്താ? 120 പ്ലസ് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. അപ്പം 400 പ്ലസ് 120 എന്ന് പറഞ്ഞാൽ 520. 520 പ്ലസ് 9 ഈസ് 529. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് എഴുതണമെന്നില്ല. ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് എഴുതാൻ പറ്റും? a plus b ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ ആണ്. a plus b ഹോൾ സ്ക്വയറിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. അപ്പൊ ആ ഒരു ഐഡന്റിറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടി? നമ്മൾ 23ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 529 ആണ്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് വേണ്ട. എന്നിട്ട് ഇതിനെ 20 സ്ക്വയർ പ്ലസ് 2 into 20 into 3 ചെയ്താൽ മതി. ദാറ്റ് ഈസ് 2 into a into b plus ab സ്ക്വയർ. ഓക്കെ, അങ്ങനെ ചെയ്താലും നമുക്ക് 529 ആണ് കിട്ടുക. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് ഇല്ലാതെയും നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇങ്ങനെ ചെയ്യാം. അപ്പൊ നമുക്ക് പല മെത്തേഡ് ഉണ്ട് എന്ത്? ഒരു നമ്പറിന്റെ സ്ക്വയർ കാണാൻ. അപ്പൊ 23ന്റെ സ്ക്വയർ നമുക്ക് ഒന്നെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിന്റെ സെയിം തന്നെയാണ്, ജസ്റ്റ് ഒരു കുറച്ച് വ്യത്യാസമുള്ളൂ. ഈ ഒരു ഐഡന്റിറ്റി വെച്ചിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടും ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? സ്ക്വയേഴ്സ് ഫൈൻഡ് ചെയ്യാം. ഓക്കെ.